ഏതെങ്കിലും ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ ഞാൻ ചെന്ന് കയറിയോണ്ട് ഇവരുടെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞത് എടോ കാല് കഴുകാതെ ആ ബെഡിൽ ഇരിക്കല്ലേ, കാല് കഴുകാതെ ബെഡിൽ ഇരിക്കല്ലേ. ഞാൻ അത് പറയും, കാരണം അറിയാതെ പോലും ഇയാൾ കയറി ഇരിക്കുമെന്നൊരു പ്രഷറാണ് എനിക്ക് ക്ലീൻ ആയിട്ട് ഇയാൾ ബെഡിൽ ഇരിക്കാവുള്ളൂ. അതുകൊണ്ട് പറഞ്ഞ് ഇപ്പൊ ഇയാള് തന്നെ ഞാൻ പറയുന്നതിന് മുന്നേ കഴുകിയിട്ടാണ് ഞാൻ ഇരുന്നേ എന്ന് പറഞ്ഞിങ്ങനെ പെട്ടി കയറി ഇരിക്കും. അങ്ങനത്തെ എനിക്ക് ഭയങ്കര ഓവർ അങ്ങനെ OCD അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അത് എൻ്റെ അമ്മയ്ക്കുണ്ട്, അവിടെ OCD പ്രശ്നമുണ്ട്. എനിക്ക് OCD പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് കുഞ്ഞിലെ ഉള്ളേക്കാൾ ഇപ്പൊ കുറച്ച് വൃത്തി പ്രശ്നമുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ പല അഭ്യാസവും കാണിക്കണം, അവിടെ എല്ലാം അമ്മ ക്ലീൻ ചെയ്ത് സെറ്റാക്കി തരും. പക്ഷെ ഫ്ലാറ്റിൽ പോകുമ്പോൾ അവിടെ വൃത്തിയാക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെ ഞാനും ഇങ്ങനെ വെപ്രാളമാണ് എനിക്ക്. ഞാൻ ഇവനോട് പറയാതെ അവിടെ വെക്കല്ലേ, ആ ടവൽ ഇവിടെ ഇടല്ലേ, ഒന്ന് തിരിച്ചു കൊണ്ട് വെച്ചുകൂടെ, അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും യു ആർ ടോക്കിംഗ് ലൈക്ക് യുവർ മദർ. ഞാൻ മറ്റേ യാ ഐ നോ. അത് അമ്മ ഇപ്പൊ കാണുമ്പോഴേ അന്ന് അമ്മയോട് പറഞ്ഞതാണ്, ഇന്നിപ്പോ തിരുത്തു പറയുമ്പോ അയ്യോ ഞാൻ ഐ ഡോണ്ട് തിങ്ക് ഞാൻ ഒരിക്കലും അവൻ ആ സ്കൂളിൽ നിന്നുള്ള ഡ്രസ്സ് ഇട്ടൊന്നും ഞാൻ സമ്മതിക്കുന്ന ഒട്ടും എനിക്ക് തോന്നുന്നില്ല. ഞാൻ കരുതി ഒരു എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു വൈബ് മമ്മി ആയിരിക്കും. പക്ഷെ എന്റെ ഒരു ഇപ്പത്തെ ഒരു പോക്ക് വെച്ച് ഞാൻ ഏറെക്കുറെ എവിടെയൊക്കെ എന്റെ അമ്മയുടെ DNA എന്റെ ബോഡിയിലുണ്ട്. എന്റെ അച്ഛന്റെ മാത്രം DNA അല്ല, അമ്മയുടേതും ഉണ്ട്. അത് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ വരുമ്പോ പറഞ്ഞു, ആ കൊച്ചിനെ കാണുമ്പോ പറഞ്ഞു OCD അതേ ചുണ്ട്. അപ്പൊ ഓൾറെഡി നിങ്ങൾ തമ്മിലുണ്ട് എന്നെ പോലെയാ അല്ലെങ്കിൽ ആൾക്കാർ പറയുമ്പോ ഒരു മത്സരം ഉണ്ടോ? വന്ന സമയത്ത്, അതായത് പ്രസവിച്ച ആ ഹോസ്പിറ്റൽ ആ സമയത്ത് അവിടെ നിൽക്കുന്ന എല്ലാവരും ഇൻക്ലൂഡിങ് ഹിം OCയെ പോലെ തന്നെയാ എന്നാ ഫസ്റ്റ് പറഞ്ഞ കണ്ട ഉടനെ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ മാത്രമാണെന്ന് തോന്നുന്നു വീട്ടിൽ പറയുന്നത് അശ്വിനെ പോലെ ഇരിക്കുന്നത്. എൻ്റെ അച്ഛൻ പറയും, പക്ഷെ ഇവൻ ചിരിച്ചാൽ എക്സാക്ട്ലി കൃഷ്ണകുമാറിനെ പോലെയാണ് ഇരിക്കുന്നത്. എന്റെ അച്ഛനെ പോലെ ഇരിക്കുന്നത്. അതാണ് അത് എനിക്കുള്ളത് കൊണ്ട്, ഞാൻ ഗേൾ ആയതുകൊണ്ടായിരിക്കും അച്ഛനെ പോലെ 100% ആവാതെ. പക്ഷെ ഇവനെ അച്ഛൻ ഷേവ് ചെയ്തിട്ട് പണ്ടുള്ള ലുക്കുണ്ട്, ആ ലുക്കിലാണ് ഇവൻ ചിരിക്കുമ്പോൾ ഇരിക്കുന്നത്, എക്സാക്ട്ലി അതുപോലെ ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ ഇന്റർവ്യൂവിൽ അവൻ കിട്ടും. പക്ഷെ അല്ലാതെ ഇവന്റെ ഐബ്രോ, ബാക്കി ഇവന്റെ ബോഡിയുടെ നീളം ഒക്കെ, ഇവൻ പണ്ട് BB ആയിരുന്നപ്പോൾ നല്ല നീളവും ചബ്ബി ഫേസ് ഒക്കെ ആയിരുന്നു. ആൻഡ് ഇവൻ ഇങ്ങനെ ആംഗ്രി ബേർഡിന്റെ പോലത്തെ ഐബ്രോ, അതുകൊണ്ട് ബേബിക്ക് ഇപ്പോഴേ എന്നെക്കാൾ വലിയ ഐബ്രോ. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇവന്റെ തന്നെ കിട്ടിയിരുന്നത്. ബുദ്ധി ഇവന്റെ തന്നെ കിട്ടിയാൽ മതി എന്നാണ് എന്റെ പ്രാർത്ഥന. കാരണം എന്റേതാണെങ്കിൽ ഞാൻ എന്ന് സ്കൂളിൽ പോകേണ്ട വരും PTA മീറ്റിങ്ങിന് അവിടെ തെറി കേൾക്കാൻ വേണ്ടിയിട്ട്. ഇവന്റേതാണെങ്കിൽ എല്ലാം 90+ മാർക്ക് മേടിച്ചിരിക്കാം, കുഴപ്പമില്ല. പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ഇതുപോലെ പറയുന്നു ആള്, കാരണം നമ്മൾ വിഷ് ചെയ്യുന്നത് ഓഫ്കോഴ്സ് നടക്കുന്നു പറയാറുണ്ടല്ലോ. അല്ല ഞാൻ പറയായിരുന്നു ബോയ് ഇൻ കേസ് ജനിക്കുന്നെങ്കിൽ എനിക്ക് എന്നെ പോലെ ഇരിക്കണം ആ ബോയെ കാണാൻ. പക്ഷെ തന്റെ ബുദ്ധിയും തന്റെ പോലത്തെ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബോയ് ആയിരിക്കണം. ഞാൻ എപ്പോഴും അങ്ങനെ പറയുന്നു, എനിക്ക് എന്നെ പോലെ ഒരു ബോയെ വേണമായിരുന്നു. അപ്പൊ ഇവൻ പറയായിരുന്നു നമ്മൾ പറയുന്ന പോലൊക്കെ നടക്കത്തില്ലല്ലോ. പക്ഷെ ഇപ്പൊ ലുക്ക് ഇപ്പൊ എന്റെ പോലെ ആയി ഏകദേശം. അതുകൊണ്ട് ബുദ്ധി ഇവന്റെ പോലെ ആവണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് നേരെ തിരിച്ചായിരുന്നു. അല്ല ബുദ്ധി എന്റെ പോലെ ആവണം. സത്യം പറഞ്ഞ ഗേൾ ആണെങ്കിൽ ഇങ്ങനെ ഓസിനെ പോലെ ഇരിക്കണം, ബോയ് ആണെങ്കിൽ എന്നെ പോലെ ഇരിക്കണം. ബിക്കോസ് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ഇവരുടെ വീട്ടിൽ ആക്ച്വലി ഒന്ന് പോയായിരുന്നു. മീൻസ് കുറച്ച് നമ്മൾ റിലേഷൻഷിപ്പ് ആക്കുമ്പോഴും എല്ലായിടത്തും ഇവരുടെ ഒരു ഇഷ്ടംപോലെ ആൽബവും വീഡിയോസും ഇവരുടെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കട്ടോ നമ്മുടെ ഒരു നല്ല ഫോട്ടോ ഇല്ലല്ലോ, അതിന്റെ വേദന നമുക്ക് മനസ്സിലാവും. അപ്പൊ നോക്കുമ്പോ എല്ലാം അത് ഒരിക്കലും ലൈഫിൽ തിരിച്ചു വരത്തില്ല. അത് മീൻസ് ഇവർക്ക് അത്ര മൂമെന്റ്സ് ഇത് എന്തായാലും ഇങ്ങനെ ഇത് മീൻസ് അങ്ങനെ പറയത്തില്ലേ. അപ്പൊ അതുപോലെ ഇപ്പം ആണാണെങ്കിൽ, അതായത് എന്നെ പോലെ ഉണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ ഞാൻ ചൈൽഡ്ഹുഡിൽ കണ്ട പോലെ എനിക്ക് അത് മാത്രമേ ഓപ്ഷൻസ് ഉള്ളൂ. എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് അങ്ങനെ കാണാമല്ലോ. മീൻസ് ഓക്കെ എന്റെ എന്തായാലും സമയം തിരിച്ചു വരാൻ പോകുന്നില്ല. പക്ഷെ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഞാൻ ഇങ്ങനെ ആയിരിക്കുമായിരുന്നു അല്ലേ. ബിക്കോസ് എന്നിൽ കുറച്ച് ഇപ്പൊ എന്റെ ഫോട്ടോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ ആരെങ്കിലും നെയ്ബറൊക്കെ എനിക്ക് ആക്ച്വലി എടുത്തു തന്നാലേ ഉള്ളൂ. നമ്മൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് അന്ന് നമ്മൾ കൊടുത്തത് എന്താണ് നമ്മൾ പറയുന്നത് വെച്ചാൽ ലൈവിൽ നമ്മൾ എന്താണ് കാണുന്നത് ആ ഒരു മൊമെന്റ് നമ്മൾ ആക്ച്വലി ലിവ് ദ മൊമെന്റ്. പക്ഷെ ലിവ് ദ മൊമെന്റ് അല്ല, പക്ഷെ അത് കഴിഞ്ഞിട്ട് 2 ഫോട്ടോകൾ എടുക്കായിരുന്നു അല്ലേ. മീൻസ് അത് എപ്പോഴും അത് ഒരു ലിമിറ്റോടെ ഇരിക്കണം. മനസ്സിലായി. നമ്മളെപ്പോഴും നമ്മൾ വിചാരിക്കും എവിടെ പോയാലും എന്ത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന ഒന്നും കണ്ണീന്ന് കാണുക. ശരി, അതൊക്കെ ഓക്കെ, എന്താ കണ്ണിൽ കാണുന്നത് മനസ്സിൽ അങ്ങനെ തന്നെ ഇരിക്കും, എല്ലാം നല്ലതാണ്. പക്ഷെ ചിലതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ അത് കൊള്ളാം, അത് നല്ലത്. പക്ഷെ അത് ഓവറാവാൻ പാടില്ല. ഓവറാകുമ്പോഴേ നമ്മുടെ പേഴ്സണൽ ലൈഫിനെ അത് ബാധിക്കും. എല്ലാം അങ്ങനെയാണ്, എല്ലാ ലൈഫിലെല്ലാം അങ്ങനെയാണ്. എപ്പം നമ്മൾ അധികം ആഗ്രഹിച്ചുണ്ടല്ലോ നമുക്കത്
വ്ളോഗ് എടുക്കുന്ന എന്നെ കുറ്റം പറയണ. അല്ല നൈസായിട്ട് അല്ല vlog അല്ല ഞാൻ ഇവിടെ പോയി ഫോൺ എടുത്തിട്ട് വ്ളോഗ് എടുത്തിട്ട് അധികം എടുക്കില്ല എടുക്കില്ല. അങ്ങനെ എടുക്കില്ല മീൻസ് ഞാൻ ചിലപ്പോ ഞാൻ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ ഞാൻ എടുക്കാം. ഇപ്പൊ വെച്ചാൽ എന്റെ കൂടെ കൂടെ ഉണ്ടോന്ന് അറിയത്തില്ല, അധികം എടുക്കില്ല. പക്ഷെ മീൻസ് അല്ലെങ്കിൽ എന്താ പറയാ, ഒരു സ്ഥലത്ത് ഇത് നമുക്ക് ഫോട്ടോ എടുക്കാം, അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാം. ഇപ്പൊ അങ്ങനെ ഓസി പറയാറില്ല, ഞാനാണ് ഇപ്പൊ അങ്ങോട്ട് പറയുന്നത്. ഇത് മാത്രം എനിക്ക് ഉറക്കം പോലും ഇല്ല, ഞാൻ ഓർക്കാറില്ല. തിരിഞ്ഞു നോക്കുമ്പോ അതൊക്കെ നമുക്ക് കാണാൻ നമുക്ക് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് അത് ബിക്കോസ് അങ്ങനത്തെ ഒരു കാര്യം നോക്കുവാണെങ്കിൽ എന്താ പറയാ, ഇവര് അച്ഛൻ ഒക്കെ ഉണ്ടല്ലോ, അവര് നല്ല റെക്കോർഡൊക്കെ ചെയ്ത് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം അഹാനക്കായാലും ഇഷാനിക്കായാലും അൻസുനൊക്കെ ഇതൊരു എക്സ്പീരിയൻസ് ആദ്യത്തെ. അവരും ആദ്യമായിട്ടാണ് ടെസ്റ്റ് ഡോസ് അടിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, അമ്മു ഇങ്ങനെ ഇടയ്ക്കൊക്കെ എന്റെ ചോദിക്കും, ഓ ഇവന്റെ അപ്പി ഈ കളർ നോർമൽ ആണോ, ഇങ്ങനെ തന്നെയാണോ, ഇവ എത്ര നേരത്തിലാ ഷിഫ്റ്റ് ചെയ്യുന്നത്, ഇവ എത്ര നേരത്തിൽ പാല് കുടിക്കും, എല്ലാം ചോദിക്കും. എന്നിട്ട് നിനക്ക് എന്തെങ്കിലും പെയിൻ ഉണ്ടോ, എല്ലാം ചോദിക്കും. ബിക്കോസ് അമ്മൂനും അഫ്കോഴ്സ് കെട്ടിക്കഴിഞ്ഞാൽ ബേബി വേണമെന്ന് ആഗ്രഹം ഉണ്ടല്ലോ. അപ്പൊ അമ്മൂനും ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. സോ ദാറ്റ് അമ്മൂന് ബേബി വരുമ്പോൾ ഈ കാര്യങ്ങളൊന്നും കൺഫ്യൂഷൻ ഇല്ല. അമ്മു ഇങ്ങനെ എല്ലാം ചോദിക്കും. ഇവ എത്ര നേരത്തെ എണീക്കും രാത്രി, ഇവ എപ്പോ ഉറങ്ങും, എല്ലാം ചോദിക്കും. അമ്മു ഇങ്ങനെ കൊത്തിയിരുന്ന്. അത്രയും ക്യൂരിയസ് അല്ല, പക്ഷെ അമ്മു ഇങ്ങനെ ചോദിക്കും വന്നിരുന്ന്. എന്താ പറയാ, സൂൺ മേ ബി ഷീൽ ബി ഗെറ്റിംഗ് മാരിഡ് ഓൾസോ. അപ്പൊ അമ്മൂനത് കുറേ കാലം അറിഞ്ഞിരിക്കണം. അമ്മു അങ്ങനെയാ കൊച്ചിലെ തൊട്ടേ. ഷീസ് വെരി ക്യൂരിയസ് അബൌട്ട് എവറിത്തിങ്. അമ്മുന് എല്ലാം അറിയണം. ഞാനെന്ന് വെച്ചാൽ വരുന്നിടത്ത് വെച്ച് കാണുന്ന പോലത്തെ ആറ്റിറ്റ്യൂഡാ. ഇഷാനിക്ക് വരുന്നിടത്തും കാണണ്ടാത്ത ആറ്റിറ്റ്യൂഡ്. അവർക്ക് ഒന്നിനോട് ഒരു താല്പര്യം, ഒന്ന് എടുത്തോണ്ട് പോടോ എന്നുള്ള ആറ്റിറ്റ്യൂഡ്. അങ്ങനെയാണ്. ഹൻസിക്ക് എന്താ വരുന്ന അറിഞ്ഞൂടാത്തൊരു ജീവിതമാണ്. അപ്പൊ ഷീസ് വെരി കൺഫ്യൂസ്. ഒന്നും അറിയില്ല, എല്ലാം നമ്മളോട് ചോദിക്കും, അമ്മയോട് ചോദിക്കും, നമ്മളോടൊക്കെ ചോദിച്ചാൽ അവളെല്ലാം. ഷീസ് വെരി, നമ്മളൊക്കെ അത്ര കൊഞ്ചിച്ചുകൊണ്ട് ഷീസ് വെരി ലൈക്ക് ബേബി ഇപ്പോഴും. അങ്ങനെ ഇഷാനിക്ക് മറ്റേ ഒന്നിനോടും വലിയ താല്പര്യമില്ല. ഇഷാനിക്ക് ഇഷായുടെ കാര്യം, വേറെ ഒന്നിനും അവൾ ഇടപെടൂല. അവളുടെ കാര്യത്തിൽ ആരും ഇടപെടരുത്, അവളുടെ കാര്യത്തിൽ അവൾ നോക്കിപ്പോ. അത് സത്യത്തിൽ ഒരു നല്ലതാ. അവളെ കൊണ്ട് ആർക്കും ഒരു ശല്യമില്ല. അങ്ങനെയാണ് അവള് നടക്കുന്നത്. അമ്മു കുറെ കൂടെ ക്യൂരിയസ് ആ. എല്ലാവരോടും ഇങ്ങനെ ചോദ്യം ചെയ്ത് ഇങ്ങനെ നടക്കും. ഇങ്ങനെ അതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ, അങ്ങനെ ചോദിച്ചോണ്ട് എല്ലാവർക്കും 4 പേർക്ക് വേറെ വേറെ ക്യാരക്ടറാ, മൊത്തത്തിൽ വേറെ വേറെ. നമ്മൾ ഓൾറെഡി എന്താണ് വിളിക്കുക എന്ന് ചോദിച്ചപ്പോ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ്, അത് ഓൾറെഡി ഞാനിപ്പോ വേൾഡ് ഫേമസ് കുഞ്ഞമ്മയായിട്ടിരിക്കുകയാണ്. അല്ലാതെ അവളെ ജോക്കായിട്ട് അക്സെപ്റ്റ് ചെയ്ത് എടുത്തു കഴിയും. അല്ല, അവൾ അതിന്റെ ഒരു റോങ് സെൻസിൽ പറഞ്ഞല്ല. മനസ്സിലായി. ഇഷാനിക്കെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഉടനെ ഇപ്പൊ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ കൊച്ചു വേണം, അത് ഞാനാണ്. ഐ വാസ് ലൈക്ക് ദാറ്റ്. എനിക്ക് അങ്ങനെ ആണെന്ന് വെച്ചിട്ട് അത് തന്നെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ആക്കേണ്ട കാര്യമില്ലല്ലോ. അത് എന്റെ ആഗ്രഹം, അത്രേ ഉള്ളൂ. അതാണ് ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റൂല. എത്ര പേര് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജലി, പുള്ളിക്കാരിക്ക് ഇപ്പൊ കെട്ടണം എന്നില്ല. പുള്ളിക്കാരുടെ ഫിയാൻസേ ആയിട്ട് ലൈഫ് അടിച്ചു പൊളിച്ച് ലൈഫ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ട് പിന്നീട് ഒരു ബേബി വന്നാൽ മതി. അതിലും തെറ്റില്ല. എന്നാ കെട്ടിക്കഴിഞ്ഞാൽ അടുത്ത മാസം പ്രഗ്നന്റ് ആയി കൊച്ചാവുന്നതിലും തെറ്റില്ല. എന്നാ കെട്ടിക്കഴിഞ്ഞ് കൊച്ചേ വേണ്ടാന്ന് പറയുന്നതിലും തെറ്റില്ല. ഒരു തെറ്റുമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പൊ ഇഷാനി അത് പറഞ്ഞു എന്ന് പറഞ്ഞ് കുറെ പേര് ചോദ്യം ചെയ്തല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ചോദ്യം ചെയ്തവരോടാണ് ചോദിക്കേണ്ടത്. അത് അവളുടെ താല്പര്യമാണ്. ഷീസ് നോട്ട് ട്രബിളിങ് എനിബഡി. ഷീസ് ലിവിങ് ഫോർ ഹർ ഓൺ മണി. ലെറ്റ് ഹർ ലിവ് ദ വേ ഷീ വാണ്ട്സ്. അത്രേ ഉള്ളൂ. അതേ എനിക്ക് പറയാനുള്ളൂ. അത് എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം. ചില ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെക്കാട്ട് ഫാൻസ് കൂടുതൽ ബാക്കിയുള്ള 3 പേർക്കാണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യോ, എന്റെയൊക്കെ ഞാൻ 4 പേരായിട്ടുള്ള വല്ല ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ എല്ലാവരും വന്ന് പറഞ്ഞ് ഇഷാനി ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ദ ഹൗസ് എന്നൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള. ഇഷാനിക്കാണ് ലുക്ക് വൈസ് ഭയങ്കര ഫാൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നെ അങ്ങനെ ലുക്ക് വൈസ് ഒന്നും അധികം പേര് പോയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തെങ്കിലും വല്ല ചിൽ വൈബെന്നോ സ്വഭാവമോ ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ. ലുക്ക് വൈസ് എനിക്കൊന്ന് ഇഷാനിയാണ് എല്ലാവരും. ഇഷാനിയാണ് കറക്റ്റ് അമ്മയെ പോലെ ഇരിക്കുന്നത്. അമ്മയുടെ ബ്യൂട്ടി കുറച്ചെങ്കിലും ജസ്റ്റിഫൈ ചെയ്തിട്ടുള്ളത് ഇഷാനിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 100% അച്ഛന്റെ മീശ ഷേവ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നത്.